ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേൾക്കാം. രാത്രി കഴിക്കാനായി ഒരു പാക്കറ്റ് ചപ്പാത്തിയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എതിരെ വന്നൊരു സ്ത്രീ എന്നോട് ചോദിച്ചത്, പ്രശാന്ത് അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? നല്ല മുഖപരിചയം. പക്ഷേ തന്നെ +2 പഠിപ്പിച്ച ഒരു ഷീജ ടീച്ചറെ ഓർക്കുന്നുണ്ടോ? ടീച്ചറിൻ്റെ ഷേപ്പുണ്ട്, പക്ഷേ എന്താടോ താൻ തീരെ മറന്നു? അതല്ല, ടീച്ചർ അന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ തല മുഴുവൻ നരച്ച് ആളാകെ മാറിപ്പോയി. വർഷം 15 കഴിഞ്ഞില്ലേടോ? ആട്ടെ, താൻ എന്താ ഇവിടെ? എൻ്റെ വീട് ഇവിടെയാണ് ടീച്ചറെ. അവിടെ അമ്മ വീടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഓ, അത് ശരി. തൻ്റെ കുട്ടികളൊക്കെ ഏത് ക്ലാസ് വരെയായി? കുട്ടികളോ? എൻ്റെ ടീച്ചറെ, ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചില്ല. അതെന്താടോ? ഇപ്പോൾ ഒരു 33 വയസ്സെങ്കിലും ആയില്ലേ തനിക്ക്? പിന്നെന്താ പെണ്ണ് കെട്ടാത്തേ? കെട്ടാത്തതല്ല ടീച്ചറെ, കിട്ടാത്തതാ. അത് ശരി. ഇപ്പം തനിക്കെന്താ ജോലി? ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഷോപ്പുണ്ട്. അച്ഛനായിട്ട് തുടങ്ങിയതാ. ഇപ്പോൾ ഞാൻ നോക്കി നടത്തുന്നു. അച്ഛനോ? വീട്ടിലുണ്ട്. പഴയ പട്ടാളമായ കൊണ്ട് കിട്ടുന്ന കോട്ട അടിച്ച് സ്വസ്ഥം ഗൃഹഭരണം. അപ്പോൾ കടയിൽ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, 4 സ്റ്റാഫുണ്ട്. പിന്നെ അച്ഛനും വരും. ഒരു 5 മണിയാവുമ്പോൾ പോവും. ഞാൻ അടച്ചിറങ്ങുമ്പോൾ ഈ നേരമാവും. അല്ല, ടീച്ചർ എന്താ ഇവിടെ ഈ നേരത്ത്? ഞാൻ 2 വർഷമായി ഇവിടെ താമസം. പാലോട്ടുമന അറിയോ? അതിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു വീട് വാങ്ങി അവിടെ താമസം. ഗേറ്റിൻ്റെ സൈഡിൽ 2 സിംഹത്തല വെച്ചിട്ടുള്ള വീടാണോ വാങ്ങിയത്? അതെ. തനിക്കറിയോ വീട്? ഇതെൻ്റെ നാടല്ലേ ടീച്ചറെ? ടീച്ചറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കൾ എത്ര പേരുണ്ട്? അവരുടെ മുഖം വാടിയോ അതോ എൻ്റെ തോന്നലോ? ഒരു ദീർഘനിശ്വാസമായിരുന്നു ആദ്യം വന്നത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളടോ. ആർക്കും വേണ്ടാത്ത 2 ജന്മങ്ങൾ. ഹസ്ബൻഡ്? ഞാൻ ചോദ്യം പാതി വഴിയിൽ നിർത്തി. 9 വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു. അന്ന് മൂത്ത മോള് ഓസ്ട്രേലിയയിൽ പഠിക്കുമായിരുന്നു. അവിടെ ജോലി കിട്ടി. അവിടെയുള്ള ഒരാളെ വിവാഹവും കഴിച്ചു. അവളുടെ ഇളയതും ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ചേച്ചിയുടെ കൂടെ പോയി നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അവളും ചേച്ചിയുടെ വഴിയെ പോയി. 6 വർഷം മുമ്പ് എല്ലാവരും കൂടി വന്നിട്ട് പോയതാ. അവരെന്നെ മറന്നില്ല എന്നറിയിക്കാൻ അക്കൗണ്ടിൽ കുറേ പണം വന്നു കൂടുന്നുണ്ട്. എല്ലാ മാസവും 2-3 ദിവസം കൂടുമ്പോൾ വിളിച്ചാലായി. എല്ലാവർക്കും തിരക്കല്ലേ, ഒന്നിനും ആർക്കും സമയമില്ല. മഴ ചെറുതായി പെയ്തു തുടങ്ങി. ടീച്ചറെ, മഴ പെയ്യുന്നു തോന്നുന്നു. വലിയ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. എന്നാൽ പിന്നെ കാണാം. ശരിയിടോ. പിന്നെ തൻ്റെ നമ്പർ ഒന്ന് തന്നേ. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ വിളിക്കാം. ഞാൻ നമ്പർ കൊടുത്തു. അവർ മിസ്ഡ് അടിച്ച്. ഓക്കെ ടീച്ചർ, ഞാൻ പോകട്ടെ. പിറ്റേ ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ കിടന്നപ്പോൾ ഒരു കോൾ. ഞാൻ കോൾ എടുത്തു. ഹലോ, ഞാൻ ഷീജയാണ്. മനസ്സിലായി ടീച്ചറെ. ഇവിടുത്തെ വയറിംഗ് മൊത്തം കംപ്ലൈൻ്റ് ആണ്. മഴ തുടങ്ങിയതിൽ പിന്നെ എവിടെ തൊട്ടാലും എർത്തടിക്കുന്നു. തനിക്ക് എപ്പോഴാണ് വന്ന് നോക്കാൻ പറ്റുക? സൺഡേ വന്നാൽ മതിയോ? മറക്കരുത്. ഇല്ല ടീച്ചറെ, ഉറപ്പായും വന്നേക്കാം. ടീച്ചർ കഴിച്ചോ? എന്തെടുക്കുമായിരുന്നു? ഇപ്പോൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അവർ കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. ഹലോ ഹലോ. ഞാൻ കഴിച്ചൂടാ. അവരുടെ ശബ്ദം ഇടറിയിട്ടുണ്ടോ? കോൾ കട്ടായി. ഞാൻ ആ പഴയ ടീച്ചറെ ഓർത്തു. ഗോതമ്പിൻ്റെ നിറം, വലിയ കണ്ണുകൾ, വട്ടമുഖം, ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ തന്നെ ചോര പൊടിയുമെന്ന് തോന്നുന്ന ചുണ്ടുകൾ, ബ്ലൗസിൽ ഒതുങ്ങാത്ത വലിയ മാറിടം, പിന്നെ വലിയ അംബാസഡർ എന്നായിരുന്നു അന്ന് ടീച്ചറിനെ ഞങ്ങൾ രഹസ്യമായി വിളിച്ചിരുന്നത്. അംബാസഡർ കാറ് പോലെ മുമ്പോട്ടും പിറകോട്ടും തള്ളിയുള്ള ആ നടപ്പ്. ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു കാറ്റടിക്കണേ എന്നായിരുന്നു ആൺപിള്ളേരെല്ലാം പ്രാർത്ഥിക്കുക. ആ സാരി ഒന്ന് മാറി, ആ വയറൊന്ന് കാണാൻ. പിന്തിരിഞ്ഞ് നടക്കുന്ന അവരെ ഓർത്ത് എത്ര തവണ ഞാൻ കുട്ടൻ കരഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വപ്നറാണി. അവരെ ഏതൊക്കെ പൊസിഷനിൽ ഏതെല്ലാം തരത്തിൽ സ്വപ്നം കണ്ടിരിക്കുന്നു. ടീച്ചറിൻ്റെ ആ സ്ട്രക്ചർ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നു.
അവരെന്താവും കട്ട് ചെയ്ത്? ഇനി കട്ടായി പോയതാണെങ്കിലോ? ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം. ഞാൻ ഫോൺ എടുത്ത് അവരെ തിരിച്ചു വിളിച്ചു. എന്താ പ്രശാന്തേ? അവർ ഫോൺ എടുത്തതേ ചോദിച്ചു. വിളിക്കണ്ടായിരുന്നു. കോൾ കട്ടായിപ്പോയി ടീച്ചർ. കട്ട് ചെയ്തതായിരുന്നോ? അല്ല, ഞാൻ വിചാരിച്ചു നീ ബിസി ആയതുകൊണ്ട് കട്ട് ചെയ്തതാണെന്ന്. അല്ലെന്നേ, ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു. ടീച്ചറിൻ്റെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്താ പരിപാടി? അമ്മയ്ക്ക് തീരെ വയ്യടോ. ഇടയ്ക്ക് നല്ല ഓർമ്മക്കുറവുമുണ്ട്. പ്രായമായല്ലോ. നോക്കാൻ ഒരാൾ കൂടെ വേണം എപ്പോഴും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോവും വീട്ടിൽ നിന്ന്. അമ്മ ഉറങ്ങുമ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാ ഞാൻ അത്യാവശ്യം എന്തേലും ഉണ്ടേൽ പോകുന്നത്. പിന്നെ നിൻ്റെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഡിഗ്രി ചെയ്തില്ലേ? എന്താ വേറെ ജോലിയൊന്നും നോക്കാതെ കടയിൽ തന്നെ കൂടിയേ? ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. എന്തിനാ വേറെ ആരുടെയെങ്കിലും കീഴിൽ ജോലിക്ക് പോണേ? കടയിൽ തന്നെ നല്ല പണിയുണ്ടല്ലോ. അത് ശരിയാടാ. ഞങ്ങളുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. ടീച്ചർ വിളിച്ചാൽ പിന്നെ സംസാരം നിർത്തുകയേയില്ല. കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ മാനസികമായി ഒരുപാട് അടുത്തു. യൗവനം കത്തി നിൽക്കുമ്പോൾ വിധേയവയായി പോയ, ഒരുപാട് സ്നേഹിച്ച മക്കൾ ഒറ്റപ്പെടുത്തിയ ഒരമ്മയുടെ മനസ്സിലെ സങ്കടം മുഴുവൻ അവരെന്നിൽ പെയ്തൊഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഓരോ മണിക്കൂറിലും വിളിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രി പുലരുവോളം സംസാരിച്ചു കൊണ്ടേയിരുന്നു. സംസാരിക്കാൻ പോലും ആരുമില്ലാതെ എന്തിനു ജീവിക്കുന്നു എന്നറിയാതെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന അവർക്ക് മരുഭൂമിയിൽ പെയ്ത മഴയായിരുന്നു എന്നോടുള്ള സൗഹൃദം. ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന ലെവലെല്ലാം മാറി ഞങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായി. മനസ്സുകൊണ്ടടുത്തപ്പോൾ ഞാൻ ആ ശരീരം മറന്നു. അവരെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതായി. ഒരു കളിവാക്ക് കൊണ്ടുപോലും ഞങ്ങൾ മറ്റേതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല. അന്നൊരു ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി 15 മിനിറ്റ് പോലും വേണ്ട അവിടെ എത്താൻ. ഗേറ്റ് തള്ളി തുറന്ന് ബൈക്ക് പാർക്ക് ചെയ്യുമ്പോഴേ കണ്ടു നിറഞ്ഞ ചിരിയോടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന എൻ്റെ ഷീജക്കുട്ടി. ഗേറ്റ് അടയ്ക്കണ്ടേ? ഞാൻ അടച്ചോളാം, നീ ഇങ്ങ് പോരെ. അവർ ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ അവരുടെ പിന്നിലേക്ക് നീണ്ടു. തല നരച്ചു എന്നല്ലാതെ ആ ഇളക്കത്തിന് ഒരു മാറ്റവുമില്ല. കുറച്ച് വലിയൊരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അവൾക്ക് നല്ല വണ്ണമുണ്ടായിരുന്ന സമയത്ത് വാങ്ങിയതാവണം. ഇപ്പോൾ ശരീരം കുറച്ച് ക്ഷീണിച്ചപ്പോൾ ഫ്രീ സൈസായി. നിനക്കിനി നിലവിളക്കും നിറപറയും വേണോ? അകത്തേക്ക് കയറാൻ. അങ്ങോട്ട് കയറി ചെക്ക. അവൾ എന്നെ തള്ളി അകത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇരി, ഞാൻ കഴിക്കാനെടുക്കാം. അവൾ അടുക്കളയിലേക്ക് പോയി. അപ്പോഴും എൻ്റെ കണ്ണ് അവളുടെ പിന്നിൽ നിന്ന് മാറിയില്ല. പാലപ്പവും മുട്ടക്കറിയും വിളമ്പി തന്നിട്ട് അവൾ അടുത്തിരുന്നു. കഴിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാടാ, നീ കഴിക്ക്. അങ്ങനിപ്പോൾ പിന്നെ കഴിക്കണ്ട. ഒരപ്പം മുറിച്ചെടുത്ത് ചാറിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൾ അത് വായിലാക്കി പിന്നെ അടുത്ത കഷ്ണം എൻ്റെ വായിൽ വെച്ച് തന്നു. ചിരിച്ചു കളിച്ച് 1 മണിക്കൂർ കൊണ്ടാണ് കാപ്പികുടി കഴിഞ്ഞത്. അമ്മ എവിടെ? നന്നായി, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. അമ്മയ്ക്ക് രാവിലെ ഫുഡ് കഴിഞ്ഞാൽ ഒന്ന് മയങ്ങണം. ദാ മുറിയിലുണ്ട്. ഞാൻ കൈ കഴുകി തിരിച്ചു വന്നു. നീ ഇരിക്ക്, ഞാൻ ഈ പാത്രം കഴുകി വെച്ചിട്ട് വരാം. അവൾ പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് പോയി. ഞാൻ ആ വീടാകെ ഒന്ന് ചുറ്റി നടന്ന് നോക്കി. മെയിൻ സ്വിച്ച് ഇരിക്കുന്ന മുറിയിൽ കയറി സ്വിച്ച് ബോർഡ് തുറന്ന് നോക്കി. ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് വയറിങ് ചെയ്തേക്കുന്നത്. സ്വിച്ച് ബോർഡുകളെല്ലാം അങ്ങനെ തന്നെ. ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ തല കട്ടിളയിൽ ഒറ്റയിടി. വാതിലിനൊരല്പം പൊക്കം കുറവായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് അവൾ അങ്ങോട്ട് വന്നത്. അയ്യോ എന്നൊരു നിലവിളിയോടെ ഓടി വന്ന് എന്നെ പിടിച്ച് അടുത്ത് കിടന്ന സ്റ്റൂളിൽ പിടിച്ചിരുത്തി തല തിരുമ്മാൻ തുടങ്ങി. തിരുമുന്നതിൻ്റെ വേദന കൊണ്ട് ഞാൻ ആ നൈറ്റിയിൽ കടിച്ചു പിടിച്ച് അടുത്തുലച്ചിലിൽ നൈറ്റിയുടെ കൊളുത്തുകളെല്ലാം മൂരി മാറി. പെട്ടെന്ന് അവർ ഞെട്ടി എന്നെ വിട്ടുമാറി തിരിഞ്ഞു നിന്ന് കൊളുത്തുകളിട്ടു. മുഖത്ത് വന്ന ചമ്മൽ മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു, ഒരുപാട് പൈസ മുടക്കേണ്ടി വരുവോടാ വയറിങ്ങിന്? ഞാൻ മതിമറന്നിരിക്കുകയായിരുന്നു. എന്നതാ ചോദിച്ചേ? എടാ പൊട്ട, എത്ര രൂപയാകുമെന്ന്? അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഒരുപാട് വൈകാതെ ശരിയാക്കി തരണം. എന്നാൽ ഞാൻ പൊക്കോട്ടെ?
ഞാൻ ആകെ കിളിപോയ മട്ടിൽ ഇറങ്ങി നടന്നു. കാര്യം ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും നേരിട്ട് ഇന്ന് വരെ ഒരു പെണ്ണിനെ അടുത്ത് കാണാനോ ഒന്ന് തൊടാനോ പോലുമുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ വായി നോക്കി നോക്കി സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്തും. ഒരു പെണ്ണിനെ വാചകമടിച്ച് വീഴ്ത്തിക്കൊണ്ട് പോകാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇങ്ങനെ ഓർത്തോർത്ത് തീരുകയുള്ളൂ എൻ്റെ ജീവിതം. ഷീജയോട് ഇതുവരെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. അവരെങ്ങനെ പ്രതികരിക്കും, ഇനി മിണ്ടാതിരിക്കുമോ എന്നെല്ലാം. അവരോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യാതായി. എന്നാലും ഇത്രയും നല്ലൊരു ചരക്കിനെ ഒത്തുകിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയാണ് എന്ന് പറഞ്ഞ് എന്തിനാ നടക്കുന്നത്? കിട്ടിയില്ലേ വേണ്ട, കണ്ടെങ്കിലും ആസ്വദിക്കാമല്ലോ. അതിനുള്ള വഴി നോക്കാം. മൊബൈൽ എടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഹിഡൻ ക്യാമറ സെർച്ച് ചെയ്തു. കാണുമ്പോൾ മൊത്തം കാണണം. 4K റെസല്യൂഷൻ 4 ഓർഡർ ചെയ്തു. എത്ര ഇരുട്ടത്തും വ്യക്തമായി കാണാൻ പറ്റുന്നത്. ഒരെണ്ണം വേറെയും എങ്ങനെ എവിടെയൊക്കെ സെറ്റ് ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷേ ഇതെല്ലാം സെറ്റ് ചെയ്യണേൽ അവരവിടെ ഇല്ലാതിരിക്കണം. അതിനെന്താ ഒരു വഴി എന്നോർത്തിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഞാനൊന്ന് ഞെട്ടി. ഷീജ കോളിംഗ്. നീ വീട്ടിലെത്തിയില്ലേടാ? ഊഹല്ലോ, അരമണിക്കൂറായി. എന്നിട്ടെന്താടാ പട്ടി ഒന്ന് വിളിക്കാഞ്ഞേ? ആ ചമ്മലൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതി. അവരത് കേട്ടതായി പോലും ഭാവിച്ചില്ല. നീ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എപ്പോൾ പറയും? എന്നു പണി തുടങ്ങാനാ പ്ലാൻ? അതെ ടീച്ചറെ, ഇതിപ്പോൾ മൊത്തം വയറിങ് മാറണം. സ്വിച്ച് ബോർഡുകളെല്ലാം മാറ്റണം. അതുമാത്രമല്ല, വയറിങ് മൊത്തം ഭിത്തിക്കുള്ളിൽ കൂടി ആക്കണം. അതിന് ഭിത്തി കുറേ നീളം കട്ട് ചെയ്യണം. വീണ്ടും സിമൻറ്റ് തേക്കണം. അത്രയും ചെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കേണ്ടി വരും. അതുകൂടാതെ വാർക്ക് നല്ല ചോർച്ചയുണ്ട്. ഭിത്തിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് പശ കലക്കി ഒഴിച്ച് ചോർച്ച മാറ്റണം. അങ്ങനെ കുറേ പണി ചെയ്താലേ നമ്മൾ ചെയ്യുന്ന പണി കൊണ്ട് കാര്യമുള്ളൂ. പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വരും. എന്താ ചെയ്യണ്ടേ? നീ എന്ത് വേണേൽ ചെയ്തോ, പക്ഷേ നിൻ്റെ കണ്ണ് വേണം എല്ലായിടത്തും എപ്പോഴും. പണിക്കാരെ ഏൽപ്പിച്ചു പോവരുത്. പൈസയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്. പണി തീരും വരെ നിങ്ങൾ അവിടെ നിന്ന് മാറിത്തരണം. സിമൻറ്റ് പൊടിയും പെയിൻറ്റിൻ്റെ മണവുമൊക്കെ അമ്മയ്ക്ക് പ്രശ്നമാവും. ഒരാഴ്ച മതി, അപ്പോഴേക്കും പണി തീർത്ത് തരാം. ഞങ്ങൾ എങ്ങോട്ട് പോവാനാടാ? അമ്മയെ കൊണ്ട് ഞാൻ എങ്ങോട്ട് മാറും? എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോരെ. വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ താമസിക്കാമല്ലോ. അത് വേണ്ട, ഒരു 3-4 ദിവസം ഞങ്ങൾ മാറിത്തരാം. അത് മതിയോ? മതി. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കൂടി മതി. പോടാ, 4 ദിവസം മാക്സിമം, അതേ പറ്റൂ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. എപ്പോൾ മാറിത്തരും? ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോഴേക്കും ഞാൻ പണിക്കാരെ സെറ്റാക്കട്ടെ. ഓക്കെ. കോൾ കട്ടായി. GPയിൽ ഒരു മെസ്സേജ്. 50,000 രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു. ആരാണാവോ എനിക്ക് 50,000 രൂപയൊക്കെ അയച്ചേ? ഷീജ ബേബി. ഓഹോ, ഇത് കൊള്ളാമല്ലോ കളി. പറഞ്ഞു തീരും മുമ്പേ പൈസ വന്നു തുടങ്ങിയല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരേതോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പോയി പണി തുടങ്ങി. രാവും പകലും ഒരുപോലെ പണിതു. ഷീജയുടെ ബാത്റൂമിലിരുന്ന ക്ലോസറ്റ് അറിയാതെ എന്ന വണ്ണം അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് അവരെ വിളിച്ച് അബദ്ധത്തിൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. പുതിയത് വാങ്ങി വയ്ക്കാൻ അവരും സമ്മതിച്ചു. പുതിയ മോഡൽ ഫ്ലഷ് ടാങ്കോട് കൂടിയ ക്ലോസറ്റ് കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫ്രാറെഡ് ക്യാമറ സെറ്റ് ചെയ്തു. ഭിത്തിയിൽ സ്വിച്ച് ബോർഡിൽ ഒരെണ്ണം, കോർണർ സൈഡിൽ ഒരെണ്ണം, അങ്ങനെ ബാത്റൂമിൽ മൊത്തം 4 ക്യാമറ സെറ്റ് ചെയ്തു. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ. ഒരെണ്ണം ബെഡ്റൂമിലും. എല്ലാ ലൈറ്റുകളും മോഷൻ സെൻസറിൽ കണക്ട് ചെയ്തു. ആരെങ്കിലും വന്നാൽ മാത്രമേ ലൈറ്റ് ഓൺ ആവൂ. ആൾ പോകുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്യും. അവരുടെ അമ്മ കിടക്കുന്ന മുറിയുടെ വാതിലിൽ അലാം സെൻസർ പിടിപ്പിച്ചു. ഇനി അമ്മ പുറത്തിറങ്ങിയാൽ അലാം അടിക്കും. 6 ദിവസം കൊണ്ട് എല്ലാ പണിയും തീർത്തു. ടീച്ചറെ, പണിയെല്ലാം തീർത്തിട്ടുണ്ട്. നാളെ രാവിലെ പോരെ? പുതിയ വീടിൻ്റെ പാല് കാച്ചാം. ഏത് പുതിയ വീട്? പുള്ളിക്കാരി അമ്പരപ്പോട് ചോദിച്ചു. ചുമ്മാ വന്ന് നോക്കണം മാഡം. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു പോയ ആ പഴഞ്ചൻ വീടാണോ ഇപ്പോൾ ഉള്ളതെന്ന്. എന്തായാലും ഇത്രയും ചെയ്തില്ലേ? നിനക്ക് ക്യാമറ പിടിപ്പിക്കാൻ അറിയോ? ഞാനൊന്ന് ഞെട്ടി. അറിയോന്നോ? നീയൊന്ന് വാടി, അപ്പോൾ അറിയാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. വീടിന് ചുറ്റും നോട്ടം കിട്ടാൻ പറ്റുന്ന തരത്തിൽ CC ക്യാമറ കൂടി സെറ്റ് ചെയ്യാവോ?
പിന്നെന്താ, ഇപ്പോൾ തന്നെ അത് ചെയ്യാമല്ലോ. പക്ഷേ ഇവിടുത്തെ ആ തല്ലിപ്പൊളി ടി വി മാറ്റി നല്ലൊരു ടി വി കൂടി വാങ്ങണം. ഒരു വൈഫൈ കൂടി സെറ്റ് ചെയ്താൽ പൊളിക്കും. നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ ഞങ്ങൾ രാവിലെ അങ്ങ് വരും മുമ്പേ എല്ലാം റെഡി ആയിരിക്കണം. യെസ് ബോസ്. വെച്ചിട്ട് പോടാ കുരങ്ങാന്നല്ലേ, ഇങ്ങ് വാ, കാണിച്ചു തരാം. അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. രാവിലെ ഷീജയുടെ കോൾ വന്നപ്പോഴാണ് ഞാൻ ഉറക്കമുണരുന്നത്. കുറച്ച് ദിവസമായി രാവും പകലും ഒരുപോലെ പണി ചെയ്ത് ക്ഷീണം. താക്കോൽ കൊണ്ടുത്താടാ ചെക്ക. സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റ്. ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. 10 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും തീർത്ത് അലമാരയിൽ ആദ്യം കണ്ട ഒരു ട്രാക്ക് സ്യൂട്ട് പാൻസും ടീഷർട്ടും എടുത്തിട്ട് താക്കോലും എടുത്ത് പുറത്തേക്ക് ഓടി. എങ്ങോട്ടാ വാലിന് തീ പിടിച്ച പോലെ ഓടണേ? അമ്മ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ടീച്ചറിൻ്റെ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ. ഞാൻ വിളിച്ചു പറഞ്ഞു. പുല്ല്, ബൈക്ക് സമയത്തിന് സ്റ്റാർട്ടാവുന്നുമില്ല. ഒരു മയത്തിൽ ചവിട്ടടാ, എന്നാലേ അത് സ്റ്റാർട്ടാവൂ. പുറത്തേക്ക് വന്ന അച്ഛൻ്റെ വക കമൻറ്റ്. ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ടാവും പണ്ട്, അതാ ഇവനിത്ര പേടി. അച്ഛന് ചായ കൊടുത്തുകൊണ്ട് അമ്മ എന്നെ കളിയാക്കി. ബൈക്ക് സ്റ്റാർട്ടായി ഞാൻ അവരുടെ വീട്ടിലേക്ക് പാഞ്ഞു. ടീച്ചറിൻ്റെ അമ്മ കാറിലിരിപ്പുണ്ട്. ടീച്ചറെ കാണുന്നില്ല. ടീച്ചറേ, ഞാൻ ഉറക്കെ വിളിച്ചു. വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് അവർ വന്നു. മുടിയെല്ലാം ഡൈ ചെയ്തിരിക്കുന്നു. മുഖം ഫേഷ്യൽ ചെയ്തതാവണം. നല്ല തിളക്കവും മിനുപ്പും. മോളെ, ആ ഷീജ ടീച്ചറെ കണ്ടോ? ഒരു 10-60 വയസ്സുള്ളൊരു തള്ളയെ. ഞാൻ അവളെ കളിയാക്കി. പോടാ, 60 വയസ്സ് നിൻ്റെ അമ്മൂമ്മയ്ക്ക്. അവരെന്നെ തല്ലാൻ കയ്യോങ്ങി. ഇപ്പോൾ എന്ത് സുന്ദരിയാണ് എൻ്റെ ഷീജക്കുട്ടി. 30 വയസ്സ് പോലും തോന്നൂല. ഇനി എപ്പോഴും ഇങ്ങനെ മതി കേട്ടോ. താക്കി. ഞാൻ താക്കോൽ നീട്ടി. പോയി വാതിൽ തുറക്ക് ചെക്ക. എന്നിട്ട് ഡിക്കിയിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വാ. പിന്നെ ഞാനാരാ, നിങ്ങളുടെ അടിമയോ ഇങ്ങനെ ആജ്ഞാപിക്കാൻ? ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ കൃത്രിമ ഗൗരവം നടിച്ചു. അച്ചോടാ, എൻ്റെ പൊന്നിന് ദേഷ്യം വന്നു. അവൾ എൻ്റെ 2 കവിളിലും പിടിച്ചുലച്ചുകൊണ്ട് കൊഞ്ചി. ആ താക്കോൽ ഇങ്ങ് തന്നിട്ട് പെട്ടിയെടുത്ത് വെക്കടാ ചെക്ക, മര്യാദയ്ക്ക്. അങ്ങനെ പണ, എന്നാലല്ലേ മനസ്സിലാവൂ. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. ഡാ, ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എന്തിയേ? ഈ ലൈറ്റ് എങ്ങനെയാണ് ഓണാക്കുന്നേ? ഞാൻ അകത്തേക്ക് കയറിയതും അവർ പുറത്തേക്ക് വന്നതും ഒരുമിച്ച്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നു. എൻ്റെ നെഞ്ചിൽ വന്നിടിച്ച് വീഴാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നെ ചുറ്റിപ്പിടിച്ചു. ഞാൻ അവളെ മുറുകെ പിടിച്ചു. നിർത്തി. ഒരു കൈ മുതുകിലും ഒരു കൈ പിന്നിലും. മിനിറ്റോളം ഞങ്ങൾ അങ്ങനെ നിന്നു. അങ്ങോട്ട് മാറിച്ചിക്ക. അവരെന്നെ തള്ളി മാറ്റി. ഓഹോ, എൻ്റെ നെഞ്ചത്ത് വന്ന് കയറിയിട്ട് ഇപ്പോൾ കുറ്റം എനിക്കായോ? ദേ, ഇതാ സ്വിച്ച്. ഞാൻ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്തു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാ മുറിയിലും കയറി നോക്കി. അമ്മ കിടക്കുന്ന മുറിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ വലിയ ശബ്ദത്തിൽ അലാം മുഴങ്ങി. അവർ പേടിച്ചു പോയി. എന്താടാ ഇത്? ഇതാണ് സേഫ്റ്റി അലാം. അമ്മ നമ്മളറിയാതെ ഇനി പുറത്തു പോവില്ല. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു എന്ന് പേടിക്കണ്ട. ദാ ഇവിടെ ഇരുന്ന നമ്മുടെ ചുറ്റും നടക്കുന്നത് മൊത്തം ടി വിയിൽ കാണാം. പുറത്തൊരാൾ വന്നാൽ ആരാ എന്ന് നോക്കാൻ വാതിൽ തുറക്കണ്ട. ദാ ഇതിൽ 1 മാസം വരെ വീഡിയോ റെക്കോർഡായി കിടക്കും. പിന്നെ തനിയെ ഡിലീറ്റ് ആവും. ആ ഫോണിങ്ങി തന്നേ. അവരുടെ ഫോൺ വാങ്ങി അതിൽ വൈഫൈ കണക്ട് ചെയ്തു. അതാ നോക്ക്, ഇനി ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ഈ വീടും പരിസരവും എല്ലാം കാണാം. പോരെ? മതിയുടെ പൊന്നെ, നീ എൻ്റെ മുത്തല്ലേ. അതല്ലേ ഞാൻ നിന്നെ മൊത്തം ഏൽപ്പിച്ചിട്ട് പോയേ. പെയിൻറ്റിങ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? സത്യം പറഞ്ഞാൽ ഇതെൻ്റെ വീട് തന്നെയാണോ എന്നൊരു സംശയം. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. ഇതിനെല്ലാം പകരം ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേരെ. ഞാൻ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കി. അതിനെന്താ, ഇപ്പോൾ തന്നെ തരാം. അവൾ എന്നെ ചെറുതായി ഒന്ന് ചുറ്റിപ്പിടിച്ച് കവിളിൽ ഒന്ന് ചുണ്ട് മുട്ടിച്ചു. അയ്യേ, ഇത് ആർക്ക് വേണം ഈ ഓഞ്ഞ കുമ്മ? പിന്നെ എങ്ങനെയാണാവോ സാറിന് വേണ്ടത്? ലിപ് ടു ലിപ്പ് പറ്റുമെങ്കിൽ മതി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നന്നായി നീ എല്ലാം ചെയ്തു തന്നുകൊണ്ട് മാത്രം നീ ചോദിച്ച പോലെ തരാം. ഒന്നുകൂടെ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ മുഖം താഴ്ത്തി. അവരെൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. പക്ഷേ ഞാൻ അവസരം ശരിക്കും മുതലാക്കി. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറി. ഒന്ന് കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ കൈക്കുള്ളിൽ നിന്നും അനങ്ങാൻ പോലും അവൾക്കായില്ല. ഷീജെ, നീ എവിടാ? പുറത്തു നിന്നും അവരുടെ അമ്മയുടെ വിളി.
എൻ്റെ കൈയൊന്ന് അയഞ്ഞു. അവരെന്നെ ബലമായി തള്ളി മാറ്റി പുറത്തേക്ക് പോയി. ഞാൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അവർ അമ്മയെ പിടിച്ചുകൊണ്ടുവന്ന് റൂമിൽ കിടത്തി. വീണ്ടും പുറത്തേക്ക് പോയി കാറിൽ നിന്നും ലഗേജ് എടുത്തുകൊണ്ടുവന്നു. ഞാൻ സഹായിക്കാൻ കൂടെ ചെന്നു. അവരെന്നെ ദഹിപ്പിക്കും മട്ടിലൊന്ന് നോക്കി. എനിക്കറിയാം എടുത്തു വെക്കാൻ. കൂടുതൽ സഹായമൊന്നും വേണ്ട. പൈസ ബാലൻസ് എന്തേലും തരാനുണ്ടെങ്കിൽ പറഞ്ഞേരെ, ഇപ്പോൾ തന്നെ തന്നേക്കാം. കണക്ക് ഞാൻ നോക്കിയില്ല. വൈകിട്ട് വന്ന് പറഞ്ഞാൽ മതിയോ? ഇനി നീ ഇങ്ങോട്ട് വരണമെന്നില്ല, വിളിച്ചു പറഞ്ഞാൽ മതി. സോറി. എൻ്റെ സ്വരമിടറി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അവരെന്നെ മൈൻഡ് ചെയ്യാതെ അവസാനത്തെ ബാഗും എടുത്ത് കാറിൻ്റെ ഡിക്കിയും അടച്ച് വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ നിന്നെങ്കിലും അവർ പുറത്തേക്ക് വന്നതേയില്ല. ബൈക്കെടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴേ കുളിക്കാൻ കയറി ഷവർ തുറന്ന് അതിനടിയിൽ നിന്നു. കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അവരെന്നെ ഒന്ന് തല്ലിയാൽ പോലും എനിക്കിത്ര വിഷമം വരില്ലായിരുന്നു. ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അതും എത്ര വെറുപ്പോടെയാ പറഞ്ഞത്. ഇതെന്ത് കുളിയാടാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? ദാ വരുന്നമ്മേ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങി ഡ്രസ്സ് മാറി കടയിലേക്ക് പോവാനിറങ്ങി. കഴിച്ചിട്ട് പോടാ. ഞാൻ കഴിച്ചമ്മേ. അമ്മയുടെ മുൻപിൽ പെട്ടാൽ എൻ്റെ മുഖത്തെ മാറ്റം കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് കടയിലേക്ക് പോന്നു. എന്തു പറ്റി പ്രശാന്തേ, മുഖമുഖ വല്ലാതിരിക്കുന്നല്ലോ? കടയിൽ പണിക്ക് നിൽക്കുന്ന ചേട്ടൻ ചോദിച്ചു. കുറച്ച് ദിവസത്തെ ഉറക്കം ശരിയാവാത്ത കൊണ്ടാവും. വല്ലാത്ത തലവേദന ചേട്ടാ. എന്നാൽ പിന്നെ അച്ഛനെ ഇങ്ങ് വിട്ടിട്ട് റെസ്റ്റ് എടുക്കാറുന്നില്ലേ? വരട്ടെ, എന്നിട്ട് പോവാം. അച്ഛൻ വരുമ്പോൾ ഞാൻ മേശയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. എന്താടാ? ഭയങ്കര തലവേദന. എന്നാൽ ഹോസ്പിറ്റലിൽ പോ. വേണ്ട, കുറച്ചു നേരം കിടന്നാൽ മതി. ജോലിയിൽ ആത്മാർത്ഥതയൊക്കെ വേണം, പക്ഷേ സ്വന്തം ആരോഗ്യം കൂടി നോക്കണം. ആ ടീച്ചറിൻ്റെ വീട്ടിലെ പണിയുടെയാ. പോയി കിടന്നുറങ്ങ്. ഞാൻ അടച്ചിട്ട് വന്നോളാം. നീ ഇന്നിനി വരണ്ട. ശരി അച്ഛാ. ഞാൻ എൻ്റെ ബാഗിൽ ലാപ്ടോപ്പും വലിയ ഡയറിയും എടുത്തു വെച്ച് ബാഗുമായി ഇറങ്ങി. വീട്ടിൽ പോവാൻ തോന്നിയില്ല. ഒരെണ്ണം അടിക്കാമെന്ന് വെച്ച് ബാറിൽ കയറിയ ആ നിമിഷം അച്ഛൻ്റെ ചെവിയിലെത്തും. വേണേൽ വീട്ടിലിരുന്ന് കഴിച്ചോണം, പുറത്തു പോയി കഴിക്കരുത് എന്നാണ് ഓർഡർ. എന്താ ചെയ്യണ്ടേ? ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അമീർ. അവനിവിടെ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസം. അങ്ങോട്ട് പോവാം. അവിടെ ആകുമ്പോൾ ഒരു ശല്യവും ഇല്ല. 12ാമത്തെ നിലയിലാണ് ഫ്ലാറ്റ്. ചെന്നപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നു. ഫോൺ എടുത്ത് അവനെ ഡയൽ ചെയ്തു. എന്താ അളിയ രാവിലെ തന്നെ? ഞാൻ നിൻ്റെ ഫ്ലാറ്റിലുണ്ട്. നീ ഇതും പൂട്ടി എവിടെ പോയതാടാ നാറി? ഞാൻ കോഴിക്കോട് വരെ വന്നതാ. മാമാടെ മോളുടെ നിക്കാഹ് നാളെ തിരിച്ചു വരൂ. എന്താടാ കാര്യം? സ്വസ്ഥമായി 2 അടിക്കാമല്ലോ എന്നോർത്ത് വന്നതാടാ. അതിനെന്താ? കീ സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ട്. ഫ്രിഡ്ജിലൊരു ഫുൾ ഇരിപ്പുണ്ട്. പിന്നെ സൈഡ് ഡിഷ് എന്തെങ്കിലും വേണേൽ മേടിക്കണം. സോഡയും മേടിച്ചോണം. നീ ആടാ ചങ്ക്. നീ നിക്കാഹൊക്കെ കഴിഞ്ഞ് പയ്യെ വാ. ഞാനിത് തീർത്ത് വെച്ചേക്കാം. നിനക്ക് പറ്റും പോലെ തീർക്ക്. പിന്നെ വാള് വെച്ച് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയേ ഉള്ളൂ. പോടാ അവളെ. വാള് വെക്കുന്നത് നിൻ്റെ വാപ്പ അണ്ടിക്കോയ. ഞാനേ പട്ടാളക്കാരൻ്റെ മോനാ. ശരി പട്ടാളക്കാരൻ്റെ മോനെ, ഞാൻ ഇത്തിരി തിരക്കാ. അവൻ ഫോൺ വെച്ചു. വീണ്ടും താഴെ വന്ന് സെക്യൂരിറ്റിക്കാരനെ കണ്ട് കീ വാങ്ങി 500 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. ചേട്ടാ, 6 പൊറോട്ട, 1 ബീഫ് കറി, 1 ബീഫ് ഫ്രൈ, 2 ലിറ്ററിൻ്റെ സോഡ 12 മേടിച്ച് തരാവോ? പിന്നെന്താ സാറേ, സാറ് പൊക്കോ, ഞാൻ എത്തിച്ചേക്കാം. ഫ്ലാറ്റ് തുറന്ന് കയറി. നല്ല ഊതിൻ്റെ മണം. AC ഓൺ ചെയ്തു. ഫ്രിഡ്ജ് തുറന്നു. ആഹാ, അളിയൻ ലിച്ചാണല്ലോ. റെഡ് ലേബൽ ഫുള്ള് പൊട്ടിക്കാത്തത് പൊട്ടിച്ച് ഒരെണ്ണം പകുതിയായത്. പക്ഷേ ഒരു തുള്ളി വെള്ളം ഫ്രിഡ്ജിലില്ല. കബോർഡ് തുറന്ന് ഗ്ലാസ് എടുത്ത് കഴുകി ഒരു 90 ഒഴിച്ച് ഒറ്റ വലി ഡ്രൈ ആയിട്ട്. അന്നനാളം മുതൽ ആമാശയം വരെ ഒരു തീഗോളം കടന്നുപോയി. തൊടാനായിട്ട് എന്തേലും കിട്ടുമോ എന്ന് അടുക്കളയിൽ കയറി നോക്കുമ്പോൾ ബെല്ലടിക്കുന്ന സൗണ്ട്. വാതിൽ തുറന്നു. ഫുഡ് എത്തി. സാറേ, ബാലൻസ് പൈസ അത് ചേട്ടൻ വെച്ചോ. ഞാൻ സോഡ പൊട്ടിച്ച് വായിലേക്ക് ഒഴിച്ചു. ഇല്ലേ, ചിലപ്പോൾ തീ പുറത്തേക്ക് വരും. താങ്ക്സ് സാറേ.
ഞാൻ ഡോർ അടച്ച് ലോക്ക് ചെയ്തു. നല്ല വിശപ്പ്. 3 പൊറോട്ട ബീഫ് കറിയും കൂട്ടി വലിച്ചു വാരി വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഒരു ആശ്വാസമായത്. ബാക്കി പൊറോട്ട ഒരു പ്ലേറ്റിലാക്കി ഫ്രൈ അതിൻ്റെ മുകളിൽ കുടഞ്ഞിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കുപ്പിയും ഗ്ലാസും സോഡായും കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 90 കൂടി ഒഴിച്ച് നിറയെ സോഡ ഒഴിച്ച് കുറച്ച് സിപ്പ് ചെയ്തു. റെഡ് ലേബൽ പതിയെ തലയ്ക്ക് പിടിച്ചു തുടങ്ങി. അല്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവൾ കെട്ടിപ്പിടിച്ചു, ഞാനും പിടിച്ചു. അവൾ ഉമ്മ തന്നു, ഞാനും കൊടുത്തു. അല്ലാതെ വഴിയെ പോയവളെ കയറി പിടിച്ചൊന്നുമില്ല. ഇനി അങ്ങോട്ട് ചെല്ലണ്ട പോലും. അങ്ങോട്ട് കയറിയില്ലേ എനിക്ക് എന്നാ കോപ്പ? അവളുടെ സർവ്വതും ഞാൻ ഇരിക്കുന്നിടത്തിരുന്ന് കാണും. അതിനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തിട്ട് തന്നെയാണ് പോന്നേ. ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഫോണിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്തു. അവളുടെ വീട്ടിലെ ഹിഡൻ ക്യാമറ വിഷ്വൽസ് ഓപ്പൺ ചെയ്തു. 5 ക്യാമറയിലെയും ദൃശ്യങ്ങൾ 5 ചതുരക്കളങ്ങളിൽ തെളിഞ്ഞു. ഒന്നിൽ പോലും ആളില്ല. എല്ലാം ഇരുട്ട് മാത്രം. അവിടെ ആരെങ്കിലും വന്നാലേ ലൈറ്റ് ഓണാകൂ. അപ്പോഴേ ക്യാമറ ഓണാകും. 24 മണിക്കൂറും ഓണായിരുന്നാൽ മെമ്മറി കാർഡ് പെട്ടെന്ന് ഫുള്ളാവും എന്നും പോയി അത് മാറ്റാൻ പറ്റില്ലല്ലോ. അതിനാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ലാപ്പിലേക്ക് കണ്ണ് നട്ട് ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്നത് വലിച്ചു തീർത്ത് അടുത്തത് നിറച്ചു. പെട്ടെന്ന് ഡിസ്പ്ലേയിൽ ക്യാമറ ഒന്ന് ഓണായി. അവളതാ ബെഡ്റൂമിൽ. നേരെ ബാത്റൂമിലേക്കാണ്. ബാത്റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. എല്ലാ ക്യാമറയും ഓണായി. അവൾ നേരെ പുതിയ ക്ലോസറ്റിൻ്റെ അടുത്ത് ചെന്ന് ഇട്ടിരുന്ന നൈറ്റി വലിച്ചുയർത്തി. ക്യാം 3യിലുള്ള വിഷ്വൽസ് എൻ്റെ കൺമുന്നിൽ. നല്ല ഇമ്പമുള്ള കാഴ്ച. ക്യാം 4 കണ്ടപ്പോൾ എൻ്റെ കണ്ണിനെ വിശ്വസിക്കാനായില്ല. ക്യാം 5 കണ്ടത് ശ്വാസമടക്കി പിടിച്ചാണ്. അവൾ അത്ര പതിവ്രത ഒന്നുമല്ല എന്നെനിക്ക് മനസ്സിലായി. ഇവൾ കടി ഇളകി പിടിവിട്ട് നിന്നിട്ടാണ് എൻ്റെ അടുത്ത് അത്രയും വലിയ ഷോ ഇറക്കിയത്. അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമമെല്ലാം മാറി പുതിയൊരു ആത്മവിശ്വാസം ഉടലെടുത്തു. ഇനി ഞാൻ കാണിച്ചു തരാടി പുന്നാര മോളെ ഞാൻ ആരാന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഒഴിച്ചു വെച്ചിരുന്ന മദ്യം കഴിച്ചു തീർത്തു. 2 പീസ് ബീഫ് ഫ്രൈ എടുത്ത് ചവച്ചു. ബാക്കിയെല്ലാം മൂടി വെച്ചിട്ട് പോയി ബെഡിലേക്ക് മറിഞ്ഞു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ 2 മണി. ഫോൺ എടുത്ത് നോക്കി. 22 മിസ്ഡ് കോൾ. 1 അമ്മ, ബാക്കിയെല്ലാം ഷീജ. അമ്മയെ തിരിച്ചു വിളിച്ചു. നീ എവിടാ? എനിക്ക് രാവിലെ മുതൽ നല്ല തലവേദന. ഞാൻ അമീറിൻ്റെ അടുത്തുണ്ട്. സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ വന്നതാ. അതെന്നാടാ ഇവിടെ കിടന്നാൽ നിനക്ക് സ്വസ്ഥത കിട്ടില്ലേ? പിന്നെ 10 മിനിറ്റ് ഇടവിട്ട് വന്ന് കുറഞ്ഞോ ഹോസ്പിറ്റലിൽ പോണോ എന്നും ചോദിച്ചുറങ്ങാൻ സമ്മതിക്കുമോ? എന്നാ നീ അവിടെ തന്നെ കിടന്നു. അമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. ബാഗ് തുറന്ന് ഡയറി എടുത്ത് അതിലാണ് കണക്ക് മുഴുവൻ. അത് നോക്കി ലാപ്പിലടിച്ചു. ബിൽ സെറ്റ് ചെയ്തു. ഹിഡൻ ക്യാമിൻ്റെ വില പല സാധനങ്ങളിൽ കൂട്ടിച്ചേർത്തു. ഫോൺ എടുത്ത് അവർ തന്ന പൈസ മുഴുവൻ അതാത് ഡേറ്റിൽ കയറ്റി. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി എടുത്തു. അവർ തന്ന പൈസ മാർക്ക് ചെയ്തു. മുഴുവനും ഒരു PDF ഫയലാക്കി കടയിലേക്ക് മെയിൽ ചെയ്തു. അവർ തന്ന പൈസയിൽ 28,634 രൂപ ബാലൻസ് ഉണ്ട്. അത് ഷീജയുടെ അക്കൗണ്ടിൽ അയച്ചു. ബില്ലിൻ്റെ കോപ്പി വാട്സാപ്പ് ചെയ്തു. എന്നിട്ട് ആ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്ത് കടയിലേക്ക് വിളിച്ചു. മെയിലിൽ നിന്നും ആ ബില്ല് പ്രിൻ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞ് കടയിലെ സ്റ്റാഫിൻ്റെ കോൾ വന്നു. ചേട്ടാ ബില്ല് കൊടുത്തു. ചേട്ടനോട് അത്യാവശ്യമായി അവരെ വിളിക്കണമെന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ വിളിച്ചോളാം. നീ കടയിൽ വന്നില്ലേ തിരിച്ച്? ഞാൻ അങ്ങോട്ട് പോവാ ചേട്ടാ. ശരി. കോൾ കട്ട് ചെയ്തു. നല്ല വിശപ്പ്. ബാക്കിയുണ്ടായിരുന്ന ഫുഡ് കഴിച്ച് തീർത്തു. പാത്രം കഴുകി വെച്ച് സോഡായും ബോട്ടിലും ഫ്രിഡ്ജിൽ വെച്ച് ലാപ്പും ഡയറിയും എടുത്ത് ബാഗിലാക്കി എടുത്ത് റൂം പൂട്ടി താക്കോൽ തിരികെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ കിടന്നുറങ്ങി. കണ്ണ് തുറക്കുമ്പോൾ 8 മണി സീരിയലിൻ്റെ സൗണ്ട് കേൾക്കാം. ഇനി ബോംബ് പൊട്ടിയാലും 9 മണിയാകാതെ അമ്മ അനങ്ങില്ല. ഞാൻ ഫോൺ എടുത്ത് നോക്കി. 58 ബ്ലോക്ക്ഡ് കോൾസ്. ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അവൾ എന്തെടുക്കുവാ എന്നറിയാൻ ഒരു ആകാംക്ഷ. അവൾ ബെഡ്റൂമിൽ കിടപ്പുണ്ട്. മുഖം വ്യക്തമായി കാണാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കുന്നു, താഴെ വയ്ക്കുന്നു. ഓരോ തവണ അവൾ ഫോൺ കയ്യിലെടുക്കുമ്പോഴും എൻ്റെ ഫോണിൽ ബ്ലോക്ക്ഡ് കോൾസിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാൻ ബ്ലോക്ക് മാറ്റി. 10 സെക്കൻഡ് ആവും മുമ്പേ ഫോൺ ബെല്ലടിച്ചു. ഞാൻ എടുത്തു. ഹലോ ഹലോ. അപ്പുറത്തു നിന്നും ഒരനക്കവുമില്ല. ഞാൻ കട്ട് ചെയ്തു. അവൾ ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. വീണ്ടും കോൾ വന്നു. എടുത്തു. ഞാനൊന്നും മിണ്ടിയില്ല. ഡാ
കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ശബ്ദം. ഹലോ, ആരാ ഇത്? ഒരു മയവുമില്ലാതെ ചോദിച്ചു. പൊട്ടിക്കരച്ചിൽ കേട്ടു. ഹലോ, നിങ്ങൾ ആരാ? എന്തിനാ വിളിച്ചേ? മറുസൈഡിൽ കരച്ചിൽ മാത്രം. വീണ്ടും കട്ട് ചെയ്തു. വീണ്ടും കോൾ വന്നു. എടുത്തു. കട്ട് ചെയ്യല്ലേ പ്ലീസ്. കരച്ചിലിൽ മുങ്ങിയ ശബ്ദം. എന്താ, ബാലൻസ് പൈസയും ബില്ലും കിട്ടിയില്ലേ? ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? സോറിഡാ, ഞാൻ അന്നേരം അറിയാതെ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്ക്. ഞാൻ നിൻ്റെ കാല് പിടിക്കുക. എന്നോട് മിണ്ടാതിരിക്കല്ലേ പ്ലീസ്. ശരി, വേറൊന്നുമില്ലല്ലോ. എന്നാൽ ഓക്കെ. ഞാൻ വീണ്ടും കട്ട് ചെയ്തു. വീണ്ടും കോൾ വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഒന്ന് ഇവിടെ വരെ വരാമോ? എനിക്കൊന്ന് കാണാൻ ഒറ്റ തവണ പ്ലീസ്. ഒന്ന് വാടാ. ഓ, ഞാൻ നാളെ സമയം കിട്ടിയാൽ നോക്കാം. എന്തിനാടാ എന്നോടിങ്ങനെ? ഞാൻ ചെയ്ത തെറ്റിന് മാമ്പ് പറഞ്ഞില്ലേ? ഇപ്പോൾ ഒന്ന് വാ, ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ തന്നെ പൊക്കോ പ്ലീസ്. ശരി. ഞാൻ വീണ്ടും കട്ട് ചെയ്തു. പിന്നെ കോൾ വന്നില്ല. ഞാൻ ലാപ്പിൽ നോക്കി. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിൽ കയറുന്നു. വാഷ് ബേസിനോട് ചേർന്നുള്ള സ്വിച്ച് ബോർഡിലാണ് ഒരു ക്യാമറ. അതിൽ അവളുടെ മുഖം കണ്ടു. കരഞ്ഞു വീർത്ത മുഖം. കണ്ണ് കലങ്ങി ചുവന്നിരിക്കുന്നു. പാറിപ്പറന്ന് കിടക്കുന്ന മുടി. രാവിലെ കണ്ട അതേ വേഷം. ആ മുഖം കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു വിങ്ങൽ. അവൾ മുഖം കഴുകി പുറത്തേക്ക് പോകുന്നു. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഒന്നുകൂടി പല്ല് തേച്ച് കുളിച്ചു. ഒരു കൈലിമുണ്ടും ഷർട്ടും ധരിച്ച് ബൈക്കിൻ്റെ കീ എടുത്ത് പുറത്തേക്കിറങ്ങി. എങ്ങോട്ടാടാ ഈ രാത്രി? സിറ്റ് ഔട്ടിലിരുന്ന പതിവ് പരിപാടിയുമായി അച്ഛൻ. ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഒരുപാട് വൈകരുത്. ഇല്ല, വേഗം വന്നേക്കാം. ബൈക്കെടുത്ത് നേരെ ഷീജയുടെ വീട്ടിലെത്തി. കോളിംഗ് ബെല്ലിൽ വിരൽ വെക്കും മുമ്പേ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ പാളിയിൽ പിടിച്ചു നിൽക്കുന്ന എൻ്റെ ഷീജ ആ പിടിവിട്ടാൽ ഒരുപക്ഷെ അവൾ താഴെ വീണു പോയേക്കും എന്നെനിക്ക് തോന്നി. അവളെ കണ്ട മാത്രയിൽ എനിക്കുണ്ടായിരുന്ന ദേഷ്യമെല്ലാം ആവിയായിപ്പോയി. കാരണം അത്രത്തോളം ദയനീയമായിരുന്നു ആ രൂപം. അകത്തേക്ക് കയറി വാതിലടഞ്ഞു. അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ കണ്ണീരിൽ എൻ്റെ ഷർട്ട് നനഞ്ഞു കുതിർന്നു. ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ആ നെറുകയിൽ ചുണ്ടമർത്തി. കരച്ചിലൊന്നടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണാവോ രാവിലെ ആട്ടിപ്പായിച്ചിട്ട് ഇപ്പോൾ വിളിച്ചു വരുത്തിയേ? ചീത്ത പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്തേലും വിളിക്കാനുണ്ടോ? ഉണ്ടടാ പട്ടി. എന്നെ ഒറ്റ തള്ള്. ഞാൻ പിറകിൽ കിടന്ന ദിവാൻ കോട്ടിലേക്ക് തെറിച്ചു വീണു. അവളിൻ്റെ വയറിൽ കയറി കവച്ചിരുന്നു. എന്നിട്ട് എൻ്റെ 2 കവിളിലും മാറി മാറി അടിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി നീ എന്നോട് മിണ്ടാതിരിക്കുവോടാ? എൻ്റെ കോള് നീ ബ്ലോക്ക് ചെയ്യുവോടാ? പറയടാ പട്ടി, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ. ഈശ്വര, ഈ സാധനത്തിന് വട്ടാണോ? ഞാൻ അവളുടെ 2 കൈയിലും പിടിച്ച് അവൾ എൻ്റെ നെഞ്ചിലേക്ക് കിടന്നു. മുഖം മുഴുവൻ ഉമ്മ കൊണ്ട് മൂടി. എൻ്റെ ചുണ്ടിൽ പിടിച്ച് കടിച്ചു. എനിക്ക് നന്നായി വേദനിച്ചു. എങ്കിലും ഞാൻ അനങ്ങിയില്ല. എനിക്ക് വേണം നിന്നെ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. എന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. പിന്നെ എന്നിട്ടല്ലേ രാവിലെ എന്നെ ഒരു തെരുവ് പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചത്? അങ്ങനെ പറയല്ലേടാ പൊന്നെ. ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും എൻ്റെ കെട്ടിയവൻ പോലും എന്നെ അങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് എനിക്ക് സംഭവിച്ചത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ കണ്ടടി നിൻ്റെ എല്ലാം. ഞാൻ മനസ്സിൽ പറഞ്ഞു, ശരി, ഒന്ന് എഴുന്നേറ്റ് മാറാമോ? എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറൂല. നീ ശ്വാസം മുട്ടി ചാവട്ടെ. എന്നെ അത്രയ്ക്ക് വിഷമിപ്പിച്ചവനാ നീ. കൊച്ചുകുട്ടിയെ പോലെ അവൾ കുറുമ്പ് കാണിക്കുന്ന ആ മുഖഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളുടെ കഴുത്തിലൂടെ കൈ ചുറ്റി ആ ചുണ്ടുകൾ എന്നോട് ചുണ്ടോട് ചേർത്ത് ഉമ്മ വെച്ചു. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. ചാനലിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്.